ഇത്രയും സത്യസന്ധമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് ധാരണയുള്ള മറ്റൊരു വ്യക്തിയുണ്ടോ എന്ന് സാധാരണക്കാർക്ക് സംശയം തോന്നത്തക്ക രീതിയിൽ തന്നെ ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് പി ഡി സതീശൻ എന്ന് പറയുന്നത്. ഒരു വിഷയം പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഹീസ് എ ബെസ്റ്റ് ആങ്കർ ആൻഡ് ഹീസ് എ ബെസ്റ്റ് പ്രസന്റർ. ഒരു സംശയവും വേണ്ടത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും, അതായത് കോൺഗ്രസ് മന്ത്രിസഭ അല്ലെങ്കിൽ UDF മന്ത്രിസഭ അധികാരം ഏറ്റെടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും വിവാദമല്ലേ? ഏതെങ്കിലും ഒരു ദിവസം വിവാദമില്ലാണ്ടിരുന്നിട്ടുണ്ടോ? ബക്കാഡി എന്ന് പറയുന്ന ബ്രാൻഡ്, റമ്മ്, അതോടൊപ്പം തന്നെ വൈറ്റ് റമ്മ്, വോഡ്ക, ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് കൂടിയാണ് ബക്കാഡി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ബക്കാഡി ഇവിടെ വിൽക്കണ്ട എന്ന് UDF ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? അതിനുശേഷം പിന്നീട് അന്ന് ഹൈക്കമാൻഡ് കാണിച്ച ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? ഓരോ MLA മാരെ അകത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞ അഭിപ്രായം എന്താണെന്ന് ഇവർക്കാർക്കും അറിയത്തില്ലല്ലോ. അകത്തേക്ക് വിളിക്കുന്നു. അകത്തേക്ക് വിളിച്ച് ഏറ്റവും ലാസ്റ്റ് ഹൈക്കമാൻഡ് ഒരു പ്രഖ്യാപനം നടത്തുന്നു. എന്താണ്? രമേശ് ചെന്നിത്തലയേക്കാൾ കൂടുതലായിട്ട് MLA മാർ പിന്തുണച്ചത് VD സതീശനെയാണെന്ന്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? UDF നേതാക്കന്മാരുടെ അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല തന്നെ 2020 പ്രതിപക്ഷ നേതാവായിട്ട് വരത്തുള്ളായിരുന്നു. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കതെ ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് തന്റെ പാർട്ടിക്കകത്ത് നിന്ന് ആരും എതിർക്കില്ല എന്ന് പറയുന്ന സമയത്തും VM സുധീരൻ, അത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുമ്പിൽ നിന്ന VM സുധീരൻ തന്നെ ഇതാ ഇപ്പോൾ ഈ പറഞ്ഞ VD സതീശനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അതാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന വാക്പോരുകൾക്കിടെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞതാണ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനായപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും വലിയ പിന്തുണയില്ല എന്നുള്ളൊരു പരാമർശം. ഇത് പാർട്ടിക്കാരൊന്നും അങ്ങനെ ഒഫീഷ്യലായിട്ടൊന്നും എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്കൊരു കാര്യം ശരിയാണ്, VD സതീശൻ പണ്ട് പ്രതിപക്ഷ നേതാവാകുമ്പോൾ പാർട്ടി ഒന്നടങ്കം പിന്തുണച്ചിരുന്നു. കാരണം അന്ന് അവർക്ക് അങ്ങനെ ഒരാൾ ആവശ്യമായിരുന്നു. ഇപ്പോൾ പറഞ്ഞത് ഒരു വശത്ത്, സത്യത്തിൽ നിയമസഭയിൽ വലിയ വിമർശനങ്ങളും ചോദ്യശരങ്ങളുമായിരുന്നു ഇത് പറയുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ടുകൊണ്ടിരുന്നത്. അതായത് ഇതിനൊന്നും കൃത്യമായി ഉത്തരം തരാതെ ഒരു ചോദ്യത്തിന് ഒരു മറുചോദ്യം ചോദിച്ചുകൊണ്ടുള്ള ഗിമ്മിക്ക് എത്ര കാലം കണ്ണിൽ കൂടിയിട്ട് കൊണ്ട് നടക്കാൻ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പാർട്ടിക്കാരും എതിർത്തില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. എന്നാൽ അത് ശരിയല്ല. അന്ന് തന്നെ ശക്തമായ എതിർപ്പുമായിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരുന്നു. MLA മാരിൽ ഭൂരിപക്ഷം ആർക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. ഘടകകക്ഷികളിൽ ഭൂരിപക്ഷം ആളുകൾ പിന്തുണച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രമേശ് ചെന്നിത്തലയായിരുന്നു. അത് പിന്നെ എങ്ങനെയാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈക്കമാൻഡിൻ്റെ ഒരു ചോയ്സ് ആയിരുന്നു. ഈ ചോയ്സ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം 2026 വരുമ്പോഴത്തേക്ക് അദ്ദേഹം മാറിക്കൊടുക്കും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് അദ്ദേഹത്തെക്കാൾ ഹൈക്കമാൻഡിനേക്കാൾ മുകളിലേക്ക് വളരുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നതിനോട് എതിർപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കാൻ സാധിക്കില്ല. എന്നാൽ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ കൃത്യമായ PR വർക്കിലൂടെ ജനങ്ങൾക്കിടയിൽ വലിയ ഒരു ആവേശമുണ്ടാക്കാൻ തനിക്ക് സാധിച്ചു എന്ന് വരുത്തി തീർക്കാനായിട്ട് VD സതീശന് സാധിച്ചിരുന്നു. അത് PR വർക്കിൻ്റെ ബെനിഫിറ്റാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നാക്കിൻ്റെ ശക്തിയാണ്. എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ നാക്കിന്റെ ശക്തിയെ ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം കോൺഗ്രസിന് അത് അപ്പം ആവശ്യമായിരുന്നു അങ്ങനെ ഒരാൾ. തീർച്ചയായിട്ടും ഒരു തരത്തിലും ഒരു വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് അത് ഇത്രയും സത്യസന്ധമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് ധാരണയുള്ള മറ്റൊരു വ്യക്തിയുണ്ടോ എന്ന് സാധാരണക്കാർക്ക് സംശയം തോന്നത്തക്ക രീതിയിൽ തന്നെ ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് പി.ഡി. സതീശൻ എന്ന് പറയുന്നത്. അത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ സത്യമോ നുണയോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. ഒരു വിഷയം പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഹീസ് എ ബെസ്റ്റ് ആങ്കർ ആൻഡ് ഹീസ് എ ബെസ്റ്റ് പ്രസന്റർ. ഒരു സംശയവും വേണ്ടത്. അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണ് എന്ന് പിന്നീട് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇന്നലെ തന്നെ നിയമസഭയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? നിയമസഭയ്ക്കകത്ത് പറഞ്ഞത് 78% ശിവാശ്രീകളിനും പിന്നെ ജോണി വാക്കറിനും 78% ആക്കി കൊടുത്തിട്ട് തോമസ് ഐസക്കാണെന്ന് പറഞ്ഞു. എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലേക്ക് പറഞ്ഞിട്ടുള്ളത്? എന്തെങ്കിലും ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അല്ല, വെറുതെ എയറിലെറിഞ്ഞതാണത്. അപ്പോൾ തൻ്റെക്ക് യാതൊരു എതിരും വന്നിട്ടില്ല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ എന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ എണീറ്റ് നിന്നിട്ട് എന്താണ് പറയുന്നത്? അതൊന്നും വേണ്ടാട്ടോ, അങ്ങനെയൊന്നും നമ്മുടെ പാർട്ടിക്കകത്ത് നടന്നിട്ടില്ല കേട്ടോ, ഇവിടുത്തെ ഭൂഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണത്. എന്താ സംശയമുണ്ടോ?
എന്ന രീതിയിലാണ് അദ്ദേഹം വളരെ ശക്തിയോടുകൂടി ചോദിച്ചത്. അപ്പോൾ അതിന് മറുപടി എന്താ വന്നത്? ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. മലയാള മനോരമ, അതോടൊപ്പം തന്നെ മാതൃഭൂമി, ഇവർക്ക് അന്ന് സൃഷ്ടിച്ചെടുത്ത വാർത്തകൾ, അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സൃഷ്ടിച്ചെടുത്ത വാർത്തകൾ, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണ്? മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് എത്ര ദിവസം എടുക്കേണ്ടി വന്നു? എത്ര ദിവസം ഡൽഹി യാത്രകൾ നടത്തേണ്ടി വന്നു? ദീപാദാസ് മുൻഷി വരെ എന്താണ് പറഞ്ഞത്? 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്നല്ല പറഞ്ഞത്. അപ്പോൾ അതിനിടയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബൂർഷ മാധ്യമങ്ങൾക്ക് CPM-നെ വിമർശിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ CPM-ൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ പുകച്ചുകൊണ്ട് വരേണ്ടതുണ്ടായിരുന്നു. പിണറായി വിജയനെ പോലെയുള്ള ഒരാൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാത്തൊരവസ്ഥ വന്നു എന്ന് കരുതുക. ഈ ബൂർഷ മാധ്യമങ്ങൾ എന്ത് പറയുമായിരുന്നു അറിയാമോ? ഒളിച്ചോടി എന്ന് പറയുമായിരുന്നു. അദ്ദേഹം സധൈര്യം പരാജയത്തെ ഏറ്റുവാങ്ങി, ജനങ്ങൾ തന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു, ആ പരാജയം താൻ ഏറ്റെടുക്കുന്നു, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ആവുന്ന അത്ര ദിവസവും, ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നിയമസഭയ്ക്കകത്ത് കാഴ്ചവെക്കുന്നത്. ഭരണപക്ഷം ഉയർത്തുന്ന എല്ലാ പ്രതിരോധങ്ങളെയും അതിശക്തമായിട്ട് തന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ പിണറായി വിജയനും അതോടൊപ്പം തന്നെ K. രാജൻ ഉൾപ്പെടെയുള്ള P. പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിശക്തമായ രീതിയിൽ സഭയിൽ നിൽക്കുകയല്ലേ, KN. ബാലഗോപാൽ ഉൾപ്പെടെ, അതുകൂടാതെ പട്ടാമ്പി MLA, ഇവരൊക്കെ എത്ര ശക്തമായിട്ടാണ് നിയമസഭയ്ക്കകത്ത് പ്രസംഗിക്കുന്നത്, എത്ര ശക്തമായിട്ടാണ് പ്രസംഗിക്കുന്നത്. PM ശ്രീയെക്കുറിച്ചൊക്കെ എത്ര വ്യക്തമായിട്ട് അദ്ദേഹം ചോദിക്കുന്നു, എത്ര വ്യക്തമായിട്ടാണ് മോസിനൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മളിപ്പോൾ പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും, അതായത് കോൺഗ്രസ് മന്ത്രിസഭ അല്ലെങ്കിൽ UDF-ന്റെ മന്ത്രിസഭ അധികാരം ഏറ്റെടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും വിവാദമല്ലേ? ഏതെങ്കിലും ഒരു ദിവസം വിവാദമില്ലാണ്ടിരുന്നിട്ടുണ്ടോ? ഏറ്റവും ആദ്യ ദിവസം ഉണ്ടായ വിവാദം എന്താണ്? ഏറ്റവും ആദ്യമുണ്ടായ വിവാദം എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അതിനുശേഷം ഉണ്ടായ രണ്ടാമത്തെ വിവാദം എന്താണ്? ആരൊക്കെയായിരിക്കണം മന്ത്രിമാർ എന്നുള്ളതിനെക്കുറിച്ച്. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ വിവാദം എന്താണ്? ആർക്കൊക്കെയാണ്, ഏതൊക്കെ വകുപ്പാണ് നൽകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. അത് കഴിഞ്ഞതിന് ശേഷം വന്ന ആദ്യത്തെ വിവാദം എന്താണ്? ആദ്യത്തെ വിവാദമാണ് സണ്ണി ജോസഫിൻ്റെ അളിയനെ പിടിച്ച് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയത്. വിവാദമായില്ലേ? അത് മാറ്റേണ്ടി വന്നില്ലേ? അത് കഴിഞ്ഞതിന് ശേഷം ശബരിമലയിലെ സ്പെഷ്യൽ പ്ലെയിനറുടെ നിയമനം അതെന്തായി? അത് പിൻവലിക്കേണ്ടതായിട്ട് വന്നിട്ടില്ലേ? ഓരോ ദിവസവും വിവാദങ്ങളല്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ വന്നെത്തി നിൽക്കുന്ന വിവാദം എന്താണ്? ബക്കാടി വിവാദത്തിലല്ലേ വന്നിരിക്കുന്നത്. ബക്കാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർക്കോഴയേക്കാൾ വലിയ അഴിമതിയാണ് എന്ന് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ആക്ഷേപമുണ്ട്. കോൺഗ്രസിനകത്തു നിന്ന് തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചോദിക്കട്ടെ, ഇന്നലത്തെ വിവാദം എന്താണ്? ഇന്നലത്തെ വിവാദം എന്ന് പറയുന്നത് VM സുധീരൻ അതിശക്തമായിട്ട് ഈ ബക്കാടി മദ്യനയത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇറക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു, അതിൽ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുന്നു. VD സതീശൻ എന്താണ് പറയുന്നത്? ബഡ്ജറ്റിൽ അത് നിയമമാക്കി പാസ്സാക്കി. ഇനി ഈ ഒരു ഇതിൽ വിൽക്കണോ വേണ്ടയോ എന്ന് UDF തീരുമാനിക്കുമെന്ന്. അതായത് നിയമം പാസ്സാക്കി അവിടെ സജ്ജമാക്കി വെച്ചിരിക്കുന്നു. അതിനുശേഷം ഇനി ബക്കാടി എന്നുള്ള ബ്രാൻഡ് കേരളത്തിൽ വിൽക്കണോ വേണ്ടയോ എന്ന് UDF തീരുമാനിച്ചോട്ടെന്ന്. ബക്കാടി എന്ന് പറയുന്ന ബ്രാൻഡ് റമ്മ്, അതോടൊപ്പം തന്നെ വൈറ്റ് റമ്മ്, വോഡ്ക, ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് കൂടിയാണ് ബക്കാടി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ബക്കാടി ഇവിടെ വിൽക്കണ്ട എന്ന് UDF-ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇവിടെ നിയമം പാസ്സാക്കി നികുതി ഇളവ് നൽകി കഴിഞ്ഞിരിക്കുന്നു. നികുതി ഇളവ് നൽകിയതിന് ശേഷം ഇനിയിപ്പം അടുത്ത തീരുമാനം ആണ് UDF എടുക്കാൻ വേണ്ടി പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നികുതി ഇളവ് നൽകുന്നതിന് മുമ്പല്ല UDF തീരുമാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തീരുമാനം എടുക്കേണ്ടത്. എത്ര ബുദ്ധിപരമായിട്ടാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നോക്കിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലും, കോൺഗ്രസ് ലീഡർഷിപ്പിനെ പോലും, UDF ലീഡർഷിപ്പിനെ പോലും. ഇതൊന്നും ആർക്കും മനസ്സിലാവത്തില്ലേ? ഇതൊന്നും ആർക്കും മനസ്സിലാവത്തില്ലേ? അല്ല, ഈ കാര്യത്തില് മുഖ്യമന്ത്രിക്കും ആ ഫയൽ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർക്കും അല്ലാതെ ആർക്കും അറിയില്ലായിരുന്നു. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, 2.5 വർഷക്കാലം അനങ്ങാതെ വരുന്ന ഒരു ഫയല്, ആ ഫയല് 18-ാം തീയതി മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 21-ാം തീയതി അതിരാവിലെ 8:45 ഫയൽ നീങ്ങി തുടങ്ങുന്നു. 2.5 മണിക്കൂർ കൊണ്ട് ഫയൽ നിയമമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഉത്തരവിറങ്ങുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ അഴിമതിയില്ല എന്ന് വിശ്വസിക്കാനായിട്ട് ഏതെങ്കിലും കൊച്ചുകുഞ്ഞിന് സാധിക്കുമോ? ഏതെങ്കിലും കൊച്ചുകുഞ്ഞിന് സാധിക്കുമോ? ഇല്ലല്ലോ. അതിനുശേഷവും നിയമസഭയ്ക്കകത്ത് വന്നിട്ട് ഓരോരോ കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഞാൻ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എന്നെ പാർട്ടിക്കാരും എതിർത്തില്ല. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷ MLA-മാരും ഇദ്ദേഹത്തിനെതിരെ തന്നെയായിരുന്നു. അതിനുശേഷം പിന്നീട് അന്ന് ഹൈക്കമാൻഡ് കാണിച്ച ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? ഓരോ MLA-മാരെ അകത്തേക്ക് വിളിക്കുന്നു.
എന്നിട്ട് അവർ പറഞ്ഞ അഭിപ്രായം എന്താണെന്ന് ഇവർക്കാർക്കും അറിയത്തില്ലല്ലോ. അകത്തേക്ക് വിളിക്കുന്നു. അകത്തേക്ക് വിളിച്ച് ഏറ്റവും ലാസ്റ്റ് ഹൈക്കമാൻഡ് ഒരു പ്രഖ്യാപനം നടത്തുന്നു. എന്താണ്? രമേശ് ചെന്നിത്തലയേക്കാൾ കൂടുതലായിട്ട് MLA മാർ പിന്തുണച്ചത് VD സതീശനെയാണെന്ന്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതുവരെ രമേശ് ചെന്നിത്തലയുടെ കൂട്ടത്തിലാണ് മുഴുവൻ ആളുകൾ നിന്നിരുന്നത്, മുഴുവൻ MLA മാർ നിന്നിരുന്നത്. ഒരു കൂട്ടായ്മയായിട്ട് ഒരു യോഗത്തിൽ വെച്ചിട്ടൊരു വോട്ടെടുപ്പാണ് നടക്കുന്നതെങ്കിൽ അവിടെ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായിട്ട് വരത്തുള്ളായിരുന്നു. UDF നേതാക്കന്മാരുടെ അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ രമേശ് ചെന്നിത്തല തന്നെ 2020 പ്രതിപക്ഷ നേതാവായിട്ട് വരത്തുള്ളായിരുന്നു. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കതെ ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് തന്റെ പാർട്ടിക്കകത്തുനിന്ന് ആരും എതിർക്കില്ല എന്ന് പറയുന്ന സമയത്തും VM സുധീരൻ, അതായത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുമ്പിൽ നിന്ന VM സുധീരൻ തന്നെ ഇതാ ഇപ്പോൾ ഈ പറഞ്ഞ VD സതീശനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അതാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. അല്ലാതെ വേറെന്താണ് എന്നെ വിളിക്കാൻ സാധിക്കുക? അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ബൂർഷ്വാ മാധ്യമങ്ങൾ നടത്തുന്ന അറ്റാക്കും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങളുമായിട്ട് നിയമസഭയ്ക്കകത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കല് CPM-ന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഔദ്യോഗിക നേതൃത്വം വന്നിട്ട് ഇങ്ങനെ ഒരു എതിർപ്പ് ഉയർന്നിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ? DYFയുടെ ഏതൊക്കെ ഏരിയ സമ്മേളനങ്ങളിൽ CPIയുടെ ചില യോഗങ്ങളിലൊക്കെ ഇതേ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് എവിടെ നിന്ന് എന്തെങ്കിലും ഒരു എതിർപ്പ് വന്നിട്ടുണ്ടോ? പത്രങ്ങൾ എഴുതി ഉണ്ടാക്കിയതല്ലാതെ കോൺഗ്രസിനകത്തുണ്ടായ വിവാദം മാതിരി എന്തെങ്കിലും CPM-നകത്തുണ്ടായോ? വിമർശനങ്ങൾ ഉയർന്നു വന്നു. ഭയമില്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാമെന്ന് CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി വരെ തുടങ്ങി അങ്ങ് ദേശീയ കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി വരെ ഉള്ളിടത്ത് ഭയം കൂടാതെ നിങ്ങൾക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും സംസാരിച്ചു തുടങ്ങി. നിശ്ചിതമായ വിമർശനം പാർട്ടി ഏറ്റെടുത്തു, പാർട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷെ പാർട്ടി തിരുത്താൻ തയ്യാറാകുമെന്നാണ് നമ്മളിപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവരെ ഒന്ന് കാത്തിരിക്കുന്നേ. ഇത്ര വലിയ വിജയം കിട്ടിയതല്ല UDF-ന്. നിങ്ങൾ മാന്യമായിട്ട് ഭരിക്കാൻ ശ്രമിക്കുകയെ. ഇതുപോലുള്ള ബക്കാടി വിവാദം പോലുള്ള വിവാദങ്ങളിൽ പോയി ചാടാതെ ഇവിടെ പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്, വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്, കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്, കർഷകരും ചെറുകിട വ്യവസായികളും കർഷക തൊഴിലാളികളും ഒക്കെ നേരിടുന്ന പ്രശ്നമുണ്ട്, ബസ് തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നമുണ്ട്, ബസ് ഓണേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്യാനുണ്ട്? അതൊക്കെയല്ലേ ചെയ്യേണ്ടത്. മറിച്ച് ഇതുപോലെയുള്ള അനാവശ്യമായിട്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, യാതൊരുവിധ ക്രെഡിബിലിറ്റി ഇല്ലാത്ത പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തു നിന്നെങ്കിലും ഒഴിവാക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ നടത്താൻ വേണ്ടി സാധിക്കൂ.